അപ്പൊ ആദ്യത്തെ ചോദ്യം, യമുന ചേച്ചിക്ക് നായികയായി കൂടെ അഭിനയിക്കാൻ താല്പര്യം ആരുടെ കൂടെയാണ്? ഓപ്ഷൻ എ ലാലേട്ടൻ, ഓപ്ഷൻ ബി മമ്മൂക്ക. ഹൈഡ് ചെയ്തോളൂ, നോ കോപ്പി. ഓക്കെ, കാണിച്ചോളൂ. ഞാൻ ചെറുതായിട്ട് എഴുതിയത്. ഓഫ്, 1 ആദ്യത്തെ തന്നെ 1-1. ഓക്കെ, അതെ മമ്മൂക്ക നമുക്ക് കേൾക്കണ്ട. അഭിനയിക്കണം, പക്ഷെ മമ്മൂക്ക. അടുത്തത്, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം അപ്പവും മുട്ടക്കറി അല്ലാതെ കഞ്ഞി, ചിക്കൻ. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഔട്ടിംഗ് പുറത്തു പോയി കഴിക്കാനാണോ അതോ ഒരു സിനിമയ്ക്ക് പോകാനാണോ? അതും ഇത്തിരി പണിയാണ്. പുറത്തു പോയി കഴിക്കാൻ. കോപ്പി ഇല്ല, ഞാൻ എഴുതി കഴിഞ്ഞു. സിനിമ ഭക്ഷണോ? സിനിമ ആൻഡ് ഭക്ഷണം ഒരെണ്ണം പറ്റില്ല. ഒരു രക്ഷയില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. സിനിമയ്ക്ക് പോയിട്ടുണ്ടെ പുറത്ത് കഴിച്ചേ പറ്റൂ. അങ്ങനല്ല, എന്നാലും ഇന്ന് നമുക്ക് സിനിമ അല്ലെങ്കിൽ ഭക്ഷണം ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ. മൂവി തന്നെ. പക്ഷെ സിനിമയ്ക്ക് പോയി കഴിച്ചിരിക്കും. കഴിക്കാൻ പോയാൽ പറ്റുമെങ്കിൽ ഒരു സിനിമയും കാണും. അങ്ങനെ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം. അങ്ങനെയാണ് ഭക്ഷണം തന്നെ ആയിരിക്കും ഭക്ഷണം. അല്ല, പുറത്തു പോകാം എന്ന് പറയുമ്പം അത് മിക്കവാറും സിനിമയ്ക്കായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, വീട്ടിൽ ഒരു സാഹചര്യം വന്നാൽ ചേട്ടൻ ഇതിൽ ഏത് വൃത്തിയാക്കും? ബാത്റൂം ആണോ കിച്ചൺ ആണോ? ഓപ്ഷൻ, ബാത്റൂം ആണോ കിച്ചൺ ആണോ? കിച്ചൺ. അതെന്തുകൊണ്ടാണ്? ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ രാവിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ചിലപ്പോൾ കഴുകാൻ സമയം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ദേവേട്ടൻ അതെല്ലാം ക്ലീൻ ചെയ്തിടും. പിന്നെ പെണ്ണുങ്ങളെ കാട്ടി വൃത്തിയാട്ടോ. ഞാൻ ഓവർ വൃത്തി എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സും മക്കളും ഒക്കെ കളിയാക്കാറുണ്ട്. ഓവർ വൃത്തിയാന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പണ്ട് തൊട്ടേ കളിയാക്കാറുണ്ട്. പക്ഷെ ദേവേട്ടൻ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായി ഞാനൊന്നുമല്ല ദേവേട്ടൻ്റെ മുമ്പിൽ. ഇങ്ങനെ ഗ്ലാസ് പോലെ കിടക്കണം കിച്ചൻ്റെ പുറമൊക്കെ, അവിടെ നമ്മൾ സ്ലാബ് വെക്കാൻ. അപ്പൊ അവിടെ നമ്മൾ ജയിച്ചിരിക്കുന്നു. അടുത്തത്, ചേട്ടൻ സിനിമയിൽ അഭിനയിക്കുവാണെങ്കിൽ ഏത് റോള് ചെയ്യും? കോമഡി റോൾ ആണോ, വില്ലൻ ആണോ, അതോ ഇമോഷണൽ റോൾ ആണോ? കോമഡി. അതും ഒരു കോമഡി. അതെ, വില്ലനാന്ന്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് ഏതായിരിക്കും? ചുരിദാറാണോ സാരി ആണോ? ഏതിലാണ് ചേച്ചി ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ? സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അത് തന്നെയാണ്. അത് തന്നെ, അടിപൊളി. 7 ചോദ്യങ്ങളിൽ 6 മാർക്ക് മേടിച്ചിരിക്കുകയാണ് രണ്ടുപേരും. അപ്പൊ നല്ലൊരു കാര്യം കൊടുക്കാം. സമ്മാനം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചേച്ചി പാലപ്പോ മുട്ടക്കറി ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇവിടെ ഞാൻ വന്നപ്പോ ഒരു ഫോട്ടോ ശ്രദ്ധിച്ചു. അപ്പൊ ചേച്ചി അത് ഞാൻ ചോദിച്ചപ്പോ അത് ചേട്ടനാന്നാ പറഞ്ഞേ. ആ ഫോട്ടോ ഒന്ന് നമുക്ക് കാണാമോ? ആരാണെന്ന് പറയൂ. എന്ത് മോന്തല്ലേ, അപ്പോഴും മീശയില്ല ഇപ്പോഴും മീശയില്ല. മീശയോടെ എന്തോ വിരോധം ഉണ്ടെന്ന്. അപ്പൊ ഇത് ആരാണ് ചേച്ചി? പണ്ടത്തെ വല്ല നടന്മാരാണോ? അതെ അതെ, ഒരു പണ്ടത്തെ കമലഹാസനോ റഹ്മാന്റെ ആരുടെയൊക്കെ ഒരു ഛായ തോന്നുന്നുണ്ട്. നീ ഇത് ഗ്രാഫിക്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണോന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ ചേച്ചിയുടെ പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? പുതിയ സീരിയൽ, പുതിയ സിനിമ? അല്ല, ഞാനിപ്പം ആസ് ഇറ്റ് ഈസ് സീരിയൽസ് ചെയ്യുന്നില്ല. ഒന്നും പുതിയ പ്രോജക്ട്സ് ഒന്നും എടുക്കുന്നില്ല. ഫിലിമിലേക്ക് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ സിനിമ കരിയർ ഒരു 10-14 വർഷം ഞാൻ മിസ് ചെയ്തു. ആ മിസ് ചെയ്ത് അത്രയും വർഷം എനിക്കിനി തിരിച്ചു പിടിക്കണം. അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. എൻ്റെ ആ പോയ വർഷങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം എന്നും. അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. അത് സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും വർഷങ്ങളിൽ ചേച്ചി ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു, സീരിയലിൽ നല്ല നല്ല റോളുകൾ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നടിയാകണമെന്ന് ആഗ്രഹിച്ച് വന്നതാണോ അതോ അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു? അല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ് എൻ്റെ ലൈഫിൽ. കരിയർ ഫിലിം ആക്കിയത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ചേച്ചി ഒരു ആൽബത്തിലൂടെയാണല്ലോ അപ്പൊ അന്നൊക്കെ എങ്ങനെയായിരുന്നു? പേരൻസും ഇത്ര ഒരു കൺസർവേറ്റീവ് ടൈമിലാണല്ലോ. അതെ, അല്ല, എൻ്റെ ഫസ്റ്റ് ആൽബം ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്ത് തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത്? അല്ല, കൊല്ലം. ഞാൻ ശരിക്കും കൊല്ലമാണ് ബേസ്. പക്ഷെ ഞാൻ ജനിച്ച് എൻ്റെ കുട്ടിക്കാലം ഒക്കെ അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അതിനുശേഷം കൊല്ലത്തേക്കാണ് ഷിഫ്റ്റ് ആവുന്നതും. കൊല്ലത്ത് വെച്ചാണ് ഈ ഓണം ആൽബം ചെയ്യുന്നത്. അപ്പോൾ കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിൽ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടിപ്പോയി വരുന്നൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞൊരു ഇത് ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്തു. കാവാലം നാരായണ പണിക്കർ സാറുടെ പുനർജനി എന്ന് പറഞ്ഞിട്ട്.
അത് കണ്ടതിന് ശേഷമാണ് പിന്നീട് വേറെ മധുമോഹൻ സാർ, ദൂരദർശനിലെ മധുമോഹൻ സാറിൻ്റെ മാനസി എന്ന് പറഞ്ഞ സീരിയൽ, അത് കഴിഞ്ഞിട്ട് ബഷീർ കഥകൾ, അങ്ങനെ അതിലും ഒരു 3-4 സ്റ്റോറീസ് ചെയ്തു. അങ്ങനെ പിന്നെ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോയതാണ്. ചേച്ചിയുടെ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു പട്ടണത്തിൽ സുന്ദരൻ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിൽ. കൊച്ചിൻ ഹനീഫ ചേട്ടൻ ഇപ്പൊ നമ്മുടെ ഇല്ല. അപ്പൊ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹനീഫയ്ക്കൊക്കെ വളരെ നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ഓരോ സീനും ഞങ്ങൾ ഒരുമിച്ചുള്ള, കൂടുതൽ എനിക്ക് തോന്നുന്നു ഹനീഫയ്ക്കായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയല്ലേ അതിൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കോമഡി സീക്വൻസ് ഒക്കെ അല്ലേ. ശരിക്കും ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ, നവ്യ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ, ഹനീഫിക്കയുടെ ഒക്കെ കൂടെ കോമഡി ചെയ്യാന്നൊക്കെ പറഞ്ഞ, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓരോ സീൻ ചെയ്യുമ്പോഴും ഹനീഫൊക്കെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്, ഇങ്ങനെ നീ ഡയലോഗ് സ്വന്തമായിട്ടൊക്കെ പറയാൻ സമ്മതിച്ചു എന്നുള്ളതായിരുന്നു. മറ്റേ ഓർക്കുന്നുണ്ടോ അതോ ദിലീപേട്ടൻ നവ്യെ നമ്മുടെ വീട്ടില് വാടകയ്ക്ക് വരുന്ന എന്നിട്ട് രാത്രി ഹനീഫിക്ക് ഈ വെള്ളം ഒടിച്ചിട്ട് ഒന്ന് ഡോറ് മാറിയിട്ട് ഇവരെ ഡോറിലിട്ട് അടിക്കും. അവിടുന്ന് ഞാൻ പിന്നെ ഇറങ്ങി വന്നിട്ട് ഇങ്ങേർക്ക് ഇത് തന്നെയാണ് ഡെയിലി പണി, വെള്ളം ഒടിച്ചിട്ട് വന്ന് ഈ കഥയിലിട്ട് അടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറഞ്ഞ് വലിച്ചോണ്ട് പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞ് മൂവ്മെന്റ് പറയും, ഒന്നും വിചാരിക്കല്ലേ പോകുന്ന സാധനം. അമ്മ സംഘടനാ വിവാദത്തിൽ പല താരങ്ങളും പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അമ്മ വിവാദത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ അൻസിബ ഹസൻ ഉൾപ്പെടെയുള്ള നടിമാർക്കെതിരെ വിമർശനവുമായി നടി യമുന റാണി രംഗത്തെത്തി. നടിമാരുടെ വാർത്താ സമ്മേളനം കോമഡി ഷോയാണെന്നും ഈ ചക്കളത്തിപ്പോര് അവസാനിപ്പിക്കണമെന്നും യമുന റാണി പറഞ്ഞു. ഒരുമിച്ച് ചായ കുടിച്ച് പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമാണിതെന്നും ഇങ്ങനെ പോയാൽ പ്രേക്ഷകർ ട്വിറ്ററുകളിലേക്ക് പോലും വരില്ലെന്നും അവർ പറയുന്നു. ഇന്ന് രാവിലെ ഒരു കോമഡി ഷോ കണ്ടുകൊണ്ടാണ് എന്റെ സുപ്രഭാതം ആരംഭിച്ചത്. അതിന് പശ്ചാത്തലം പറയാം. 2 ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള പടലപ്പിണക്കം, ഒരു ചെറിയ തീപ്പൊരി, ഒരു ഫോൺ കോളിലൂടെയോ ഒരുമിച്ചിരുന്ന് കോഫി കുടിച്ചോ തീരാവുന്ന ഒരു വിഷയം. ആ ചെറിയ തീപ്പൊരിയെ ചിലരെല്ലാം കൂടിയെടുത്ത് അമ്മ എന്ന മഹാസംഘടനയുടെ നടുക്കുകൊണ്ട് വെച്ചു. ആ ചെറിയ തീപ്പൊരിയെ വലിയ തീയാക്കി മാറ്റി. ഒരു ഭരണസമിതി മുഴുവൻ താഴെ ഇറക്കാൻ സാധിച്ചു. പക്ഷെ ഇതൊന്നുമല്ല കോമഡി. ഇതിന്റെ ഊർജ്ജത്തിലാവണം ഇന്നിപ്പോൾ കേരള സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയെയും പോലീസ് വിഭാഗത്തെ മുഴുവൻ പത്രസമ്മേളനത്തിലൂടെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. സംഘടിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ നടക്കുന്നത്? ഇങ്ങനെ പോയാൽ ജനങ്ങൾ സംഘടിക്കും. ഈ ചക്കളത്തി പോരാട്ടം ഇനി വേണ്ട. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് സിനിമ കാണണ്ട എന്ന് ജനങ്ങൾ അന്ന് തീരുമാനിക്കും. ഇവരെല്ലാം അതോടെ അവസാനിക്കും. തിയേറ്ററിൽ പോയി ജനങ്ങൾ സിനിമ കാണാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നെന്ന് മറക്കരുത്. അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ബുദ്ധിയും വിവേകവുമുള്ളവർ അതല്ലേ ചെയ്യേണ്ടത് എന്നും യമുന പറഞ്ഞു. ഈ പ്രതികരണത്തെ തുടർന്ന് യമുനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിനോടാണ് യമുനയുടെ എതിർപ്പെന്നും ആരോപണമുയർന്നു. ഇതേ തുടർന്ന് നടി വീണ്ടും വിശദീകരണവുമായി എത്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ചില കമന്റുകൾ കണ്ടു. അത് കാണുമ്പോൾ മനസ്സിലാകും കാര്യങ്ങൾ അറിയാതെയാണ് ഇവർ പ്രതികരിക്കുന്നതെന്ന്. അവരോടൊന്നും ഒരു പരിഭവമോ വിരോധമോ പിണക്കമോ ഒന്നുമില്ല. ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും ബാധിക്കാത്ത ആളാണ് ഞാൻ. ഒരു മതപ്പട്ടവും ഞാൻ അർഹിക്കുന്നില്ല. കഴിഞ്ഞ 30 വർഷമായി സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ എന്ന സംഘടനയിലേക്ക് ഉടൻ വിളിക്കണമെന്ന്. അമ്മയുടെ പേരിൽ ഒരു റീത്ത് വെച്ച് ശാന്തി കവാടത്തിൽ എന്നെ എത്തിച്ച് അന്തസ്സായി അവർ യാത്രയാക്കുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 30 വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് അമ്മയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. ഇതെന്റെ സ്വകാര്യ അഭിമാനമാണ്. മറ്റാരുടെയും മുന്നിലും കൈനീട്ടാതെ അഭിമാനപൂർവ്വമാണ് അത് കൈപ്പറ്റുന്നത്. ഈ സംഘടന നശിച്ചാൽ നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ്. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നും അത് സംഘടനാ തലത്തിൽ എത്തിക്കരുതെന്നുമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം എന്റെ സഹോദരിമാരാണ്. അവർക്കൊപ്പം നിൽക്കുന്ന ആളുമാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ കൈകളിൽ നിന്ന് ഈ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതായി എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ നയം വ്യക്തമാക്കാം. ഞാൻ ആരുടെയും പക്ഷത്തല്ല, അമ്മയുടെ പക്ഷത്താണ്. അമ്മ എന്ന് നിലനിൽക്കണമെന്നും യമുന റാണി